നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടു കുറേ പേര് ഈ സ്റ്റോക്ക് മാർക്കറ്റും മറ്റത് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് മേടിക്കരുത്, നിങ്ങളതുകൊണ്ട് എന്താ എൻ്റെ ETF ബോണ്ടുകളോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കുകളുണ്ടല്ലോ, ഗോൾഡിൻ്റെ സ്റ്റോക്ക് അതൊക്കെ മേടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, ടാക്സ് കൊടുക്കണ്ട, പണിക്കൂലി കൊടുക്കണ്ട, വേസ്റ്റേജ് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ നമുക്ക് ഈസി ആയിട്ട് വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ ട്രസ്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലാണ് ഗോൾഡ് ഉപകാരപ്പെടുന്നത്. അതായത് രൂപയുടെ മൂല്യം ഇടിയുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂടുക, അല്ലെങ്കിൽ ഒരു സമയത്ത് പെട്ടെന്ന് ബാങ്കിങ് സിസ്റ്റം എല്ലാം തകരാറിലായി, ഇൻ്റർനെറ്റ് ഇല്ല, അങ്ങനെയുള്ള കുറേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനുള്ളൊരു സാധനമാണ് ഗോൾഡ്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരുപാട് സ്റ്റോക്സ് വേറെ ഉണ്ട്, അതിൽ കൊണ്ട് പൈസ ഇട്ടാൽ പോരെ. എന്തിനാണ് ഈ ഗോൾഡിൽ കൊണ്ട് പൈസ ഇടുന്നത്? ഗോൾഡ് നിങ്ങൾ എപ്പോഴും ഫിസിക്കൽ ഗോൾഡ് തന്നെ മേടിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് മേടിക്കുമ്പം നമുക്ക് ഈ പണിക്കൂലി മറ്റുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ മാക്സിമം ബാറുകളോ അല്ലെങ്കിൽ കോയിൻസോ മേടിക്കുക. ഈ കോയിൻസും ബാറും മേടിക്കുമ്പം കോയിൻസാണ് കുറച്ചുകൂടി ബെറ്റർ. എന്ന് വെച്ചാൽ നമുക്ക് പണയം വെക്കാൻ കോയിൻസിൻ്റെ മുകളിൽ ഒരു ഹുക്ക്, അതായത് നമ്മുടെ ലോക്കറ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പണയം വെക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഈ കോയിനും ബാറൊക്കെ ഈ ബാങ്കുകൾ ചിലപ്പം പണയത്തിന് എടുക്കില്ല, നമ്മുടെ ആവശ്യം നടക്കില്ല, ചിലപ്പോൾ വിൽക്കേണ്ടി വരും. അതൊന്ന് ഒരു കാര്യം. പിന്നെയുള്ള ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ്സ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക. മനസ്സിലായി? ഏതെങ്കിലും തട്ടാനെടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കുള്ള ഗോൾഡാണെന്നുള്ളത് അവർ ഉരച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയും. അപ്പോൾ ശരിക്കുള്ള ഗോൾഡാണെന്നുള്ള കറക്റ്റ് ക്യാരറ്റ് ആയിട്ടുള്ള ഗോൾഡാണെങ്കിൽ അന്നത്തെ വില വെച്ചിട്ട് ജസ്റ്റ് ആ വില മാത്രം കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ പണിക്കൂലിയും മറ്റുള്ള കാര്യങ്ങളും നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ വേറൊരു വഴിയുള്ളത്, ഈ ചില ബാങ്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ഈ സ്വർണം പണയം വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ അവർ ലേലത്തിൽ വിടും. ഈ ആൾക്കാർ പൈസ കൊടുക്കാതെ അവിടെ വെച്ചിരിക്കുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അത് ലേലത്തിൽ പോകും. ആ ലേലത്തിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അവിടെയും നമ്മൾ ഈ ടാക്സ് മാത്രം കൊടുത്താൽ മതി, അല്ലാതെ പണിക്കൂലിയും മറ്റുള്ള സംഭവങ്ങളൊന്നും കൊടുക്കണ്ട. അങ്ങനെ ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റും, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വെക്കാനാണെങ്കിൽ. ഈ ഓർണമെൻറ്റ്സ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പണയം വെക്കാനാണെങ്കിൽ എളുപ്പം, ഓർണമെൻറ്റ്സ് പണയം വെക്കാൻ പറ്റും. ഗോൾഡ് ബാറും കോയിനും ആണെങ്കിൽ പണയം വെക്കാൻ പാടാണ്. കോയിനാണെങ്കിൽ ജസ്റ്റ് ഒരു ലോക്കറ്റ് പിടിപ്പിച്ചാൽ മതി, അതിൻ്റെ മുകളിൽ കൊളുത്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഓർണമെൻറ്റ്സിൻ്റെ കൂടെ പണയം വെക്കാൻ പറ്റും. അങ്ങനെ വേണം ശരിക്കും പറഞ്ഞ് ഗോൾഡ് കീപ്പ് ചെയ്യാൻ. അല്ലാതെ കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റേലൊന്നും കൊണ്ട് ഗോൾഡ് മേടിക്കരുത്. ചുമ്മാ ഒരു രസത്തിന് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആക്ച്വൽ പർപ്പസ് അവിടെ നടക്കത്തില്ല. ഗോൾഡ് എന്ന് പറഞ്ഞാൽ സാധനം കയ്യിൽ വേണം, അതിനാണ് സെക്യൂരിറ്റി. ഓക്കെ, ബൈ.